ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ചൂരക്കറി നാടനായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗായ്സ് കത്തി വരച്ച് നല്ല മൂർച്ചയൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ അതിൻ്റെ വിങ്സൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അതിൻ്റെ കറുത്തുള്ള സാധനം അഴുക്കൊക്കെ നമ്മൾ ചീവിക്കളയണ്ടേ. അപ്പോൾ ഗായ്സ് നമ്മൾ കേര നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് അഴുക്ക് കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് കുട്ടവരായുണ്ട്. ഇനി നമുക്ക് പിന്നെ കഷ്ണാക്കി മുറിക്കാം. അപ്പോൾ ഗായ്സ് കേര നമ്മൾ അരിഞ്ഞ് പീസാക്കി അത് അലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇത് വറുക്കാനും കറി വെക്കാനായിട്ട് രണ്ടാക്കി മാറ്റി വെക്കണം. അപ്പോൾ ഗായ്സ് നമ്മൾ വെട്ടി നുറുക്കിയ മീൻ കഷ്ണത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗായ്സ് നമ്മൾ വെട്ടി നുറുക്കിയ മീനിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കറി വെക്കാനുള്ള സാധനം പോവാം. കറി വെക്കാനായിട്ട് ഒരു 20 അല്ലി ചുവന്നുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, 3 അല്ലി വേപ്പില, 6 മുളക്, ഇതെല്ലാം ചതച്ചെടുക്കാം. കറി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് കുടംപുളി ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി നമ്മൾ ഗ്യാസിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട് കഴുകേൻ്റെ, അതൊക്കെ പറ്റി വെച്ചിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ആ ചട്ടി നല്ലോണം ചൂടായി. അതിനകത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഗായ്സ് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ഉലുവ എടുത്ത് അതിനകത്തേക്ക് ഇടാം. ഗായ്സ് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഗായ്സ് ഉലുവയൊക്കെ നല്ലോണം അതിൽ കിടന്ന് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ചതച്ച് വെച്ച മുളക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ചതച്ച് വെച്ച വേപ്പില ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഗൈസ് നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കാം. ഗൈസ് അത് മൊരിയണ സമയത്ത് നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. അടി കരിഞ്ഞു പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് 2 കഷ്ണം വേപ്പില ഇടാം. ഗൈസ് നമുക്ക് ഈ മീൻ മസാല അയച്ചു വെച്ച മീൻ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഗൈസ് മീൻ നമ്മൾ എണ്ണയുടെ ഭാഗത്ത് മൊത്തം വെച്ച് നല്ല ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മുടെ മീൻ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് നല്ല യെല്ലോയിഷ് ബ്രൗണിഷ് ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനാണ് ഇടുന്നത്. ഞങ്ങൾ എരിവൊക്കെ കൂടുതൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഇട്ടാൽ. കഴിച്ച് നല്ലോണം ഇളക്കി എടുക്കാം. കഴിച്ച് അധികം മൂപ്പാവണതിന് മുമ്പ് നമുക്ക് നല്ലോണം മുളകൊക്കെ മൂക്കണം. അധികം മൂപ്പാവരുത്, എന്നാലും നമുക്കൊരു മീഡിയം ആകണം. കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നല്ലോണം ആയി മുളകൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. നല്ലോണം ഇളക്കിയെടുക്കാം. മീൻ ചാറ് സെറ്റായി. നമുക്ക് ഇതിനകത്തേക്ക് മീനിട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും പുളിയിട്ട് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് മീൻ ഇടേണ്ടത്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ് ഇതിനകത്ത് ഇടേണ്ടത്. ഗൈസ് നമ്മൾ മീൻ കറിയിൽ ഇങ്ങനെ ബബിൾ പോലെ വരുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുവാണേ. ഗൈസ് നമ്മുടെ മീൻ മൊത്തം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്ക് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഗൈസ് നമുക്കിനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം.
ഗൈസ് നമുക്കിനി ഒരു മൂടി എടുത്ത് മൂടാം. നമ്മൾ വറുക്കാനിട്ട മീൻ മറിച്ചിടാം. എല്ലാ മീനും മറിച്ചിടേ. ഗൈസ് മീൻ കറി ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. മീൻ വറുത്ത് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ കറി റെഡിയായി. ഗൈസ് നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. നമുക്കിത് കൂട്ടി ചോറ് കഴിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് കഴിച്ച് മിക്സ് ചെയ്ത് ചെറിയ കഷ്ണ മീൻ വെച്ച മീൻ ചെറിയ കഷ്ണ വറുത്ത മീൻ കഴിച്ച് നോക്കാം. സെറ്റ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.